ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മായച്ചനാണോ മരുമോനാണോ പ്രതിയെന്ന് ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോ ഞാൻ തന്നെ തെളിയിക്കേണ്ടി വരും. അന്ന് എന്റെ കയ്യില് നിന്നെയൊക്കെ പൂട്ടാനുള്ള വിലങ്ങും ഉണ്ടാവും. അങ്ങനെ തെളിയിച്ച ഞാനൊരു പതക്കം അങ്ങോട്ട് തരും. അല്ലെങ്കിൽ ഒരു പല്ലക്കും ആവാം. ഈ ശവമഞ്ചമൊക്കെ ചുമക്കുന്ന നല്ല 6 അടി നീളത്തിലുള്ള ഒരു പല്ലക്ക്. അതെ, എന്റെ മകനെ കൊന്നത് ഇവനാണ്. ഇവനെ രക്ഷിക്കാനാണ് ഈ കലക്ടർ ശ്രമിക്കുന്നത്. അത് പിന്നെ ഭർത്താവിനെ ലോക്കപ്പിലിടാൻ ഏതെങ്കിലും ഒരു ഭാര്യ ശ്രമിക്കുവോ? ഞാനാണ് തന്റെ മകനെ കൊന്നെന്ന് പറയാൻ എന്ത് തെളിവോടെ തന്റെ കയ്യിലുള്ള? കള്ളും കഞ്ചാവ് ഓടിച്ച് നാടുചുറ്റി നടക്കുന്നവരെ ഏതെങ്കിലും സ്ഥലത്ത് പെടുമരണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അത് കൊണ്ടുവെക്കുന്നത് വല്ലോണ്ടി നെഞ്ചത്തല്ല. സർ, ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് കിട്ടാതെ ഇത് ആരുടെ കൈപ്പത്തിയാണെന്ന് പറയാൻ സാധിക്കില്ല. നസീറിന്റേതാണെന്ന് തെളിഞ്ഞാൽ കേസ് അന്വേഷണം നമുക്ക് ശക്തിപ്പെടുത്താം. കുറ്റക്കാരെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു തെളിവുമില്ലാതെ വെറും സംശയത്തിന്റെ പേരിൽ എന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സർ, ആ കൈപ്പത്തി എവിടുന്ന് വന്നു എന്നുള്ളതിന് മറ്റു തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ അതിന്റെ DNA റിപ്പോർട്ടും ഫോറൻസിക് നിന്ന് കിട്ടുന്ന കൈപ്പത്തി റിപ്പോർട്ടും മാച്ച് ആവണം. അല്ലാതെ എങ്ങനെ ഉറപ്പിക്കോളൂ നസീർ തന്നെയാണ് മരണപ്പെട്ടതെന്ന്? അത് ഉറപ്പിച്ചിട്ടൊന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ലേ ശരിയായ നടപടി? അതല്ലേ സാറേ, നമ്മളൊന്ന് ഇവരെ ഒന്ന് കസ്റ്റഡിയിൽ. താൻ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. കേട്ടല്ലോ സർ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. സർ, എന്റെ മകനെ കൊന്ന ഒരുത്തനി വെറുതെ വിടരുത്. നമുക്ക് വഴിയുണ്ടാക്കാം. താ വണ്ടി ചെന്ന് കയറ്. ഒരാളും രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. സത്യം പറയിപ്പിക്കൂ എല്ലാത്തിനെയും കൊണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ കൈപ്പത്തിയും പൊക്കി പിടിച്ചിട്ട് ഉഴുതുമറിക്കാൻ വേണ്ടി വന്നതല്ലേ, പക്ഷെ ചീറ്റിപ്പോയി. കേസ് തീർന്നിട്ടൊന്നുമില്ലല്ലോ. അമ്മായച്ചനാണോ മരുമോനാണോ പ്രതിയെന്ന് ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോ ഞാൻ തന്നെ തെളിയിക്കേണ്ടി വരും. അന്ന് എന്റെ കയ്യില് നിന്നെയൊക്കെ പൂട്ടാനുള്ള വിലങ്ങും ഉണ്ടാവും. അങ്ങനെ തെളിയിച്ച ഞാനൊരു പതക്കം അങ്ങോട്ട് തരും. അല്ലെങ്കിൽ ഒരു പല്ലക്കും ആവാം. ഈ ശവമഞ്ചമൊക്കെ ചുമക്കുന്ന നല്ല 6 അടി നീളത്തിലുള്ള ഒരു പല്ലക്ക്. അതാർക്കാ യോജിക്കുന്ന? ചുമ്മാ ഒന്ന് ഊഹിച്ചേ. ചുമ്മാ ഇരിക്കും സാറേ, ഈ തലയിൽ തൊപ്പി മാത്രമേ ഉള്ളൂ അല്ലേ? ചുറ്റുള്ളത് ചാനലുകാരാ, മനസ്സിലായ? എന്റെ സാറേ, അല്ലെങ്കിലേ പോലീസുകാർക്ക് കഷ്ടമല്ല. ഈ കൈ ഇങ്ങനെ പൊക്കി നിൽക്കണ ഫോട്ടോയും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പഞ്ഞിയൊക്കെ കെട്ടിക്കൂട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാ ഒരു 6 മാസം സർവീസ് അങ്ങോട്ട് മാറിക്കിട്ടും. സസ്പെൻഷനേ. ഞാനൊന്ന് തുടക്കം ഇട്ടാലേ പണ്ട് ഇടി കൊണ്ടുപോയവനും ചങ്ക് പൊട്ടി കിടക്കുന്നവനൊക്കെ വാലെ കേസുമായിട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് കഷ്ടകാലത്തിന് വിവരാവകാശ നിയമപ്രകാരം CCTV ഫുട്ടേജ് അങ്ങനെ കിട്ടിയ പെൻഷൻ പറ്റണവരെ കോടതി കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് നടക്കാം. ഇനിയിപ്പോ എങ്ങാനും സസ്പെൻഷൻ കിട്ടിയ ഇടി കൊണ്ടവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചളുക്കും സാറിന്റെ 6 അടി 5 ഇഞ്ചില്. അതുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ കയ്യാങ്കളിക്ക് നിൽക്കാതെ വേഗത്തടിയൊരു പോവാൻ നോക്ക്. പോവാൻ നോക്ക് സാറേ. ചെല്ല്.
മോനെ ഞങ്ങള് ഇപ്പൊ രാഘവൻ സാർ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ആ എന്നാ പറ. നമ്മുടെ വീടിനെ കുറിച്ചല്ലേ? സത്യമാണോ? അതെങ്ങനെ തനിക്ക് മനസ്സിലായി? നമ്മുടെ ആ വീടിനെ കുറിച്ച് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ സാറിന്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമാ. ആ തിളക്കം എനിക്കറിയാൻ പറ്റും സാറേ. എടോ, നമ്മുടെ തെക്ക് ഭാഗത്തെ ഒരു പുളിമര നിന്ന താൻ ഓർക്കുന്നുണ്ടോ? ആ ആൺപുളിയാന്ന് പറഞ്ഞേ പിന്നീട് അത് വെട്ടിയായിരുന്നു. പക്ഷേ അതിന്റെ ചുവട്ടിയിരിക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ഞാൻ വെറുതെ തനിച്ചിരിക്കുമ്പോഴൊക്കെ അതൊക്കെ അങ്ങ് ഓർക്കും. കാലിൽ ഇളക്കൊണ്ടെന്ന് പറഞ്ഞ് അതിന്റെ മൂട്ടിലൊരു ബെഞ്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. വൈകിട്ടൊരു 3:30-4 മണിയൊക്കെ ആവുമ്പോ ആ ബെഞ്ചിൽ പോയി കൈയും കുത്തിയാൻ കിടക്കും, പടിഞ്ഞാട്ട് നോക്കി. ഇപ്പോഴത്തെ AC-യുടെ കുളിർമയൊക്കെ മാറി നിൽക്കുമ്പോഴേ അത്രയ്ക്ക് നല്ല പടിഞ്ഞാറൻ കാറ്റാ. ഇങ്ങനെ പഴയ ഓർമ്മകൾ അയവിറക്കി ഇരുന്നാ മതിയോ? നമുക്ക് അങ്ങോട്ട് പോണ്ടേ സാറേ? ഞാനും നമ്മുടെ ആ പഴയ വീട്ടിലേക്ക് പോകാനുള്ള ആവേശത്തിലാ. ഭാമൊന്നും പറഞ്ഞിട്ടില്ലടോ. സാറ് സംസാരിച്ചില്ലേ? ഓ, പിടി തരുന്നില്ല.